ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇന്ന് 3 മണിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂരിൽ സംസ്കരിക്കാൻ കഴിഞ്ഞ 2-ന് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ഇതു സംബന്ധിച്ച് കളക്ടർ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. നിലമ്പൂർ നഗരസഭ ഇതിനുവേണ്ടി അരുവാക്കോടുള്ള നഗരസഭയുടെ വൈദ്യുത ശ്മശാനത്തിന് സമീപം സൗകര്യം ഒരുക്കുകയും ചെയ്തു. എന്നാൽ മരിച്ചത് വയനാട് സ്വദേശികളായതിനാൽ മാനുഷിക പരിഗണന വെച്ച് വയനാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നും അല്ലെങ്കിൽ ഇത് മൃതദേഹങ്ങളോടുള്ള അനാദരവാകുമെന്നും പൊതു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനമായത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, നിലമ്പൂർ CI മനോജ് പറേട്ട, ഡോക്ടർ പ്രവീണ, HMC അംഗങ്ങളായ ഇ പത്മാക്ഷൻ, എം മുജീബ് റഹ്മാൻ, KT കുഞ്ഞാൻ, പാലോളി മെഹബൂബ്, ജസ്മിൽ പുതിയറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇവിടെ കിട്ടിയ ബോഡി പാർട്സിൽ മേപ്പാടിക്ക് അയക്കാനാണ് ഇന്നത്തെ ധാരണ. കാരണം ഇതുവരെ കിട്ടിയത് മുഴുവൻ അവിടെയാണ് പാർട്ടി. ഇതൊക്കെ നമ്മള് ഇതിലൊക്കെ ഒരു വൈകാര്യത ഉണ്ട്. ആ ബോഡിയുടെ ഒരാൾ അവകാശം പോലും നിലമ്പൂരിലില്ല. ഇല്ലാത്തൊരു ബോഡി ഇവിടെ മറവിടുന്നത് ബോഡിയോട് ചെയ്യുന്ന അനാദരവാണെന്ന് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതുകൊണ്ട് ഇത് മേപ്പാടിയിൽ കൊണ്ടുപോകാനും തീരുമാനം. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.